പാകിസ്ഥാനിൽ ഇസ്രായേൽ നാശം വിതയ്ക്കുമോ? ഇതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഹാഫിസ് സെയ്ദും ഹമാസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രേഖ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ പാകിസ്ഥാന് ഒരു അന്ത്യമായി മാറിയേക്കാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകര നേതാക്കളുടെ ഉറക്കം കെടുത്തുന്ന രഹസ്യരേഖ ഇസ്രായേൽ ഇന്ത്യക്ക് സമർപ്പിച്ചു. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ കൈമാറിയ ഈ രഹസ്യ വിവരം ഗാസയിൽ പോരാടുന്ന ഹമാസിന്റെ പാകിസ്ഥാനിലെ ഹാഫിസ് സെയ്ദിന്റെ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയിൽ നിന്നാണ് പരിശീലനവും ധനസഹായവും ലഭിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നു. അതായത് ഹമാസിന് ധനസഹായം ലഭിക്കുന്നത് ലഷ്കർ ഇ ത്വയ്ബയിൽ നിന്നാണ് എന്നാണ് ഈ രേഖ പറയുന്നത്. ഗാസയിലെ പോരാളികളെ മാത്രമാണ് ലോകം പരിഗണിക്കുന്നതെന്ന് ഇസ്രായേലിന്റെ അവകാശവാദം അനുസരിച്ച് അവരുടെ ലൈനുകൾ നേരിട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നേതാക്കളുമായുള്ള സംഭാഷണത്തിൽ ഹമാസും ലഷ്കർ ഇ ത്വയ്ബയും ഒരേ നാണയത്തിന്റെ മറുവശമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഈ രണ്ട് സംഘടനകളും ഒരുമിച്ച് ഒരു ആഗോള ഭീകര ശൃംഖല നടത്തുന്നു. ഇത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ ഭീഷണിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ഇന്ത്യൻ സർക്കാരിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു. ലഷ്കർ ഇ ത്വയ്ബയുടെ അതേ പ്രത്യയശാസ്ത്രമാണ് ഹമാസിനുള്ളതെന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസ് പോരാളികൾക്ക് പാകിസ്ഥാൻ മണ്ണിൽ പരിശീലനം നൽകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഇസ്രായേൽ നാശം വിതയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ രേഖയിൽ പറയുന്നത്. പാകിസ്ഥാൻ ഇതിനായി ഒരു വലിയ സൈനിക നടപടിയുടെ മുന്നോടിയായിരിക്കാം ഈ ഇസ്രായേലി നീക്കമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. പാകിസ്ഥാൻ ഹമാസിനെ സഹായിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദും അവരുടെ വ്യോമസേനയും പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ മടിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാനിലേക്ക് ഒരു ഇസ്രായേലി നടപടി ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് തെളിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഈ തെളിവുകൾ ആഗോള തലത്തിൽ അവതരിപ്പിച്ചാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പാകിസ്ഥാന് രക്ഷപ്പെടാൻ കഴിയില്ല. ആഗോള ഉപരോധം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.